ഹായ് ഡിയേഴ്സ്, ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിഷേക് അങ്ങോട്ടേക്ക് പോകുന്ന നേരത്തെ തന്നെ ദേവബാല കൈഞ്ഞൊടിച്ച് തന്നെ ഇങ്ങോട്ട് വരണം എന്ന രീതിയിൽ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിഷേക് അങ്ങോട്ടേക്ക് ചെല്ലേണ്ട സമയത്ത് താനേ എൻ്റെ സിസ്റ്റം ഒന്ന് കേടാണ്, ഒന്ന് റെഡിയാക്കി തരണമെന്ന് പറയുകയാണ്. അത് എൻ്റെ പണിയല്ല, ഞാനിവിടെ ഓഫീസിലെ മാനേജറാണ്, ഇവിടെ വേറെ ആളുകളുണ്ട്, അവരെ തന്നെ വിളിക്കണമെന്ന് പറയുകയാണ്. അതെന്താ താൻ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞാൽ തനിക്കെന്താ അനുസരിക്കാൻ വയ്യേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവു ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സുനന്ദ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ദേവബാലയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മറ്റുള്ള സ്റ്റാഫ് എല്ലാം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ, ഇവളെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോഴത്തേനും സുനന്ദ പറയുന്നുണ്ട്, ദേവു ഇത് സാറ് ഇവിടുത്തെ മാനേജറാണ്, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് നീയാണോ തീരുമാനിക്കേണ്ടത്, ഞാൻ പറയണോ വേണ്ടതെന്നൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, നീ നിൻ്റെ പണി നോക്ക് സുനന്ദ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റാഫ് എഴുന്നേറ്റ് വരുന്നുണ്ട്. ദേവുവിന് എന്താ വേണ്ടത് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, അല്ലാതെ ഇതിനൊക്കെ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ല ദേവു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാർ ഇവിടെ ഡ്യൂട്ടി എന്നും പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. തന്നെ ദേവബാലയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. എനിക്കെന്താണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇവൻ എൻ്റെ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകിയിട്ടും തുണി അലക്കിയിട്ടൊക്കെ ജീവിച്ച് ഇവിടെ വരെ എത്തിയവനാണ്, എൻ്റെ അച്ഛൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ താനൊന്നും പറയണ്ട, ഇവൻ ചെയ്തു തരും എനിക്കെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അഭിഷേകിനെ അങ്ങ് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവബാല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഭിഷേക് അവന്ന് ഷൗട്ട് ചെയ്യാട്ടോ ദേവുവിനെ. കാരണം എന്ന് വെച്ചാൽ നിർത്തടി എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം കുറേ സമയമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇനി കേൾക്കാൻ പറ്റില്ല. നീ ആരാന്നാ നിൻ്റെ വിചാരം? നിൻ്റെ ഈ ദേഷ്യവും വാശിയൊക്കെ വീട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വന്നിട്ട് നീ എന്നെ ഭരിക്കാനൊന്നും നടക്കണ്ട. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ പിരിച്ചുവിടാൻ എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഷളാക്കുന്നുണ്ട് ദേവുവിനെ. കാരണം ദേവു പറഞ്ഞിട്ട് തന്നെയാണ് അഭിഷേക് അങ്ങനെ തിരിച്ച് പറയാനായിട്ട് നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ അഭിഷേക് തിരിച്ചൊന്നും പറയില്ല. ദേവുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അഭിഷേക് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരുന്നിട്ട് ഇതെല്ലാം തന്നെ ദേവുവിനോട് പറഞ്ഞതിൽ വിഷമമുണ്ട്. കാരണം എത്ര പറഞ്ഞാലും നന്നാവാത്തവളാണ് അവൾ. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പ്രശ്നമുണ്ടാവുമോ എന്നൊക്കെ അഭിഷേക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ദേവബാല പോകുന്നു. അങ്ങനെ സുനന്ദയാണെങ്കിലോ ദേവുവിനെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സുനന്ദ, എന്താ ദേവു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. കാരണം അഭിഷേകിനോടൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല, സാർ ഇവിടുത്തെ മാനേജറാണ്, നീ എന്താ ഇങ്ങനെ ചെയ്തത്, നിനക്കെന്താ നൊന്തോ എന്ന് ചോദിക്കുന്നുണ്ട് സുനന്ദയോട്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് നൊന്തു, നിനക്കെന്താ പ്രശ്നം? നീ അവൻ എൻ്റെ വീട്ടിലെ വേലക്കാരനായിരുന്നില്ലേ, അവൻ പഠിച്ചിങ്ങനെ എത്തിയെന്ന് വിചാരിച്ചിട്ട് ആ സ്ഥാനം എപ്പോഴും ആ സ്ഥാനം അവനുള്ളത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ദേവു, എങ്ങനെ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭിഷേകം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് തന്നെ ദേവു തൻ്റെ പാത്രം എടുത്ത് വലിച്ചെറിയാൻ കേട്ടോ, അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞതുപോലെയാണ് കാണിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ വില നല്ലപോലെ അറിയുന്ന അഭിഷേക് അതെടുത്ത് ബോക്സ് എടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ടേബിളിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്താ ദേവു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ മര്യാദയില്ലാന്ന് നിനക്ക് തോന്നുന്നതാണ്, പക്ഷെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. നിന്നെ ഞാൻ ഇവിടുന്ന് മര്യാദ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. ഈ ഓഫീസിൽ നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ നീ താനെ മര്യാദ പഠിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും സുനന്ദയ്ക്കാണെങ്കിൽ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അതിനുശേഷം തന്നെ അവിടുത്തെ സ്റ്റാഫെല്ലാം തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം എണീറ്റാൽ മതി. ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്, അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ അഭിഷേക് മറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അഭിഷേക് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവബാല അകത്തേക്ക് വരികയാണ് കേട്ടോ. വീട്ടിനകത്തേക്ക് വരുമ്പോഴത്തേനും അമ്മമ്മ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെരുപ്പുമായിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കയറുകയാണ്. എന്താ ദേവു, ചെരുപ്പ് അഴിച്ചിട്ടിട്ട് അകത്തേക്ക് വരണം എന്ന് നിനക്കറിയില്ലേ? കാല് കഴുകാനല്ലേ ഞാൻ കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ അമ്മമ്മേൻ്റെ ഒരു കിണ്ടിയും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഭിഷേക് നാണം കെടുത്തി തന്നെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ കാണുന്നത് പോലെ ഓഫീസിൽ അവൻ ഭയങ്കര വാശിക്കാരനാണെന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ പഞ്ചപുച്ച അടക്കി നിൽക്കുന്നവനെ പോലെ നിൽക്കും, അവിടെ നരിയെപ്പോലെ ചികറ് അവനെന്ന് പറയുന്നുണ്ട്. എന്നെ അവൻ ആകെ വഷളാക്കി അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മ പറയുന്നത്, ഓഹോ അത്ര അധികാരമോ, ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ടുള്ള അവൻ ഇത്ര അഹങ്കാരമോ, അത് വെച്ച്
പുറപ്പിക്കാൻ പറ്റില്ലല്ലോ. ദേവ് പറയുന്നുണ്ട്, ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവില്ല അച്ഛമ്മേ, എനിക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യണ്ട, അവൻ്റെ കീഴിൽ എനിക്ക് ഒരിക്കലും നിൽക്കണ്ട, എപ്പോഴും അവനെ കണ്ടു പഠിക്കുക എന്നല്ലേ പറയുന്നത്, അവൻ്റെ കീഴിൽ എനിക്ക് ജോലിയും ചെയ്യണ്ട എന്നും പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ജോലിയൊക്കെ കളയേണ്ട വല്ല കാര്യമില്ല മോളെ, കാരണം എത്ര പ്രാർത്ഥിച്ചിട്ടാണ് നിനക്ക് ജോലി കിട്ടിയത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, മാത്രമല്ല എല്ലാവരോടും നിനക്ക് ജോലി കിട്ടിയ കാര്യം ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു. ഇനി അതിന് മാറ്റമൊന്നും വരുത്തരുത്, അവനുള്ള പണി നമുക്ക് കൊടുക്കാം, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനുള്ള പണി ഞാൻ കൊടുക്കാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് ഓഫീസിലാണ് കാണിക്കുന്നത്. സമയം 7 മണിയായി. ഇതുവരേക്കും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അഭിഷേകിന് പോവാറായിട്ടില്ല. അപ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും സെക്യൂരിറ്റി വന്നിട്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സാറിന് ഡിന്നർ വല്ലതും വേണ്ടി വരുമോ, സാറ് പോവുമെന്ന്. വർക്ക് കഴിയുന്നത് പോലെ ഇരിക്കും, എന്തായാലും 10 മണി മുന്നേ പറയണം സാർ, അല്ലെങ്കിൽ ക്യാൻറ്റീനൊക്കെ അടയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയാം. പിന്നെ സ്റ്റാഫുകൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? സുനന്ദ പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം പോയിട്ടില്ല, എന്ന് സുനന്ദയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അങ്ങനെ സുനന്ദ ഇവിടെ ചെന്നിട്ട് സെക്യൂരിറ്റി പറയുന്നുണ്ട്, സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മാഡത്തിനോട്. ശരി എന്ന് പറഞ്ഞിട്ട് അഭിഷേകിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുക കേട്ടോ ചെയ്യുന്നത് സുനന്ദ. അന്വേഷണം എന്താ സാർ വിളിപ്പിച്ചത്? സുനന്ദ എന്താ പോവാത്തതെന്ന് പറയുന്നുണ്ട്. സാർ വർക്ക് തീർന്നിട്ടില്ല, അയ്യോ നാളെ വന്നിട്ട് ചെയ്താൽ മതി. അതുപോലെ സാറിന് വേഗം കൊടുക്കേണ്ടതല്ലേ, അതൊന്നും സാരമില്ല സുനന്ദ, ഇനിയിപ്പോൾ ബസ്സെല്ലാം തന്നെ പോവും, ടാക്സി വിളിച്ചാലും കിട്ടില്ല എന്ന് പറയുകയാണ്. സാറിൻ്റെ കൂടെ പോന്നാൽ പോരെ എനിക്ക്, മാഷ് വിഷമിക്കില്ലേ, മാഷോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ എപ്പോഴാണ് പോകുന്നത് എനിക്കറിയില്ല സുനന്ദ, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും കൊണ്ട് പോവായിരുന്നു, പക്ഷേ താൻ ഇനി ഇവിടെ നിൽക്കണ്ട, താൻ പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ സുനന്ദ ചോദിക്കുന്നുണ്ട്, ശരി സാർ എന്ന് പറയുമ്പോൾ, ദേവബാല അങ്ങനെ പറഞ്ഞതിൽ സാറിന് വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, അവളുടെ സ്വഭാവം പണ്ട് മുതലേ എനിക്ക് അറിയാലോ, അതുകൊണ്ട് കൂടുതലൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ എങ്ങനെയെങ്കിലും ശരിയാവും. ദേവരാജൻ മാഷക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അത് ഞാൻ പാലിക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ ശരിയായിക്കോളും, സുനന്ദ പൊയ്ക്കോളൂ, നേരം വഴുകാൻ നിൽക്കണ്ട. അങ്ങനെ അഭിഷേകിനെ മാത്രം നോക്കി നിൽക്കുന്ന സുനന്ദയെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഭിഷേകിനെ സെൽവരാജൻ വിളിക്കുന്നുണ്ട്. അഭിഷേകിനെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനും എവിടെയാണെന്നുള്ളത്. അപ്പോൾ അന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഭിഷേകിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം, താൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അതിനുശേഷം ദേവബാലയാണെങ്കിലും അഭിഷേകിനെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവൻ വന്നിട്ടൊരു പണി കൊടുക്കണം, ഇത്രയും നേരമായിട്ട് അവനെ കാണാനില്ല. അങ്ങനെ അമ്മമ്മ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ ദേവു നീ ഇങ്ങനെ കടന്ന് വട്ടത്തിൽ തിരിയുന്നത്? അവനെ ഇതുവരെ കാണാനില്ല അമ്മേ. വേറൊന്നുമല്ല, അവൻ ചിലപ്പോൾ എന്നെ പേടിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരാത്തത്, എന്നാൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഹങ്കാരം ഞാൻ നിർത്തി കൊടുക്കാം. എന്തായാലും അവനോട് 2 വാക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്കിന്ന് ഉറക്കം വരുള്ളൂ. ഇത്രയും നേരമായിട്ടും അവനെ കാണാനില്ല, ഞാൻ നോക്കട്ടെ അവൻ എപ്പോഴാണ് വരാമെന്ന്, അവൻ വന്നിട്ടേ ഞാൻ കിടക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.